ഈ മദേഴ്സ് ഡേയിൽ എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ അറിയിക്കുകയാണ്. ഇത് എൻ്റെ അമ്മ മറിയാമ്മ. എൻ്റെ ജീവിതയാത്രയിൽ എല്ലാവരെയും പോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മയെപ്പറ്റി എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് പറയാനായിട്ടുണ്ട്. എല്ലാവർക്കും പറയാനായിട്ടുള്ള അനേകം നല്ല കാര്യങ്ങൾ വീണ്ടും ഞാനും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിഞ്ഞതുകൊണ്ട് ഈ അമ്മയോടുള്ള ആഴമായ സ്നേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കടക്കുന്നു. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു, പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശത്തെ ദൈവം ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്ന് നമ്മളോട് പറയുന്നുണ്ട്. കുരിശിൻ്റെ ചൂട്ടിൽ നിൽക്കുമ്പോഴും അമ്മ ഇടറിപ്പോകുന്നില്ല എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി കാട്ടുന്നത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മനോഹരമായ ചിത്രത്തിലെ അതിമനോഹരമായൊരു രംഗമുണ്ട്. യേശുക്രിസ്തു കുരിശുമായിട്ട് കടന്നു പോകുമ്പോൾ വീഴുമ്പോൾ ഓടിയെത്തുന്ന അമ്മ. ആ അമ്മ അപ്പോൾ അവരുടെ ഓർമ്മകൾ, ചിന്തകൾ അത് കാണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ബാല്യകാലത്ത് ഇങ്ങനെ ഓടി വരുമ്പോൾ വീഴുമ്പോൾ ഓടി ചെന്ന് വാരിയെടുക്കുന്ന അമ്മയുടെ ആ ഒരു ചിത്രത്തിലേക്കാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ അമ്മ എപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും വേദനകളിലും ഒക്കെ നമുക്ക് ആശ്രയം, ആശ്വാസവും കോട്ടയുമാണ്. അങ്ങാടി തോറ്റത്തിന് അമ്മയോട് എന്നൊരു ചൊല്ലുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് വളരെ സത്യമാണ്. നമുക്ക് ചെന്ന് പറയാനും കരയാനും ഒക്കെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മനസ്സ് എല്ലാം സഹിക്കുന്ന മനസ്സാണ്. നമുക്ക് വേണ്ടി മാത്രം നിലപാടുകളെടുക്കുന്ന ഒന്നാണ്. എൻ്റെ പപ്പ ശയ്യാവലംബി ആയതിനാൽ എൻ്റെ അമ്മയ്ക്ക് എല്ലാ സമയങ്ങളിലും കുർബാനയ്ക്ക് പോകുവാനായിട്ട് കഴിയില്ല. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്നെ കുർബാനയ്ക്ക് കൊണ്ടുപോകണം. അതിന് പ്രകാരം ഞാൻ അമ്മയും കൂട്ടിക്കൊണ്ട് ദേവാലയത്തിൽ എത്തി. അമ്മ അറിയാതെ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് ഇത് എടുത്തെന്ന് അറിഞ്ഞപ്പോൾ അമ്മ വളരെയധികം ക്ഷോഭിച്ചു. ഞാൻ പള്ളിയിൽ വരുന്നത് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ, എന്തിനാണ് എൻ്റെ വീഡിയോ എടുത്തത് എന്ന് അമ്മ എന്നോട് ക്ഷോഭിച്ച് ചോദിക്കുകയുണ്ടായി. എങ്കിലും ഒരു പഴയ തലമുറയുടെ അധ്വാനശീലവും അതോടൊപ്പം തന്നെ ആരും പറയാതെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള നന്മയും ദൈവാലയത്തിലുള്ള ബന്ധവും ഒക്കെയും ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഈ ഒരു അവസരം വിനിയോഗിച്ചു എന്ന് മാത്രം. എൻ്റെ അമ്മയെന്നല്ല, എല്ലാവരുടെയും അമ്മമാർ ഇങ്ങനെ തന്നെയാണ്. അവരുടെ ജീവിതയാത്രയിൽ അവർ നടന്നു പോകുമ്പോൾ പറമ്പിൽ കുറേ ചാണകം കിടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തൊരു പറമ്പിലേക്ക് അത് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഇടാനും, അതുപോലെ തന്നെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധിയുള്ളവരെ ചെന്ന് കാണാനും, അങ്ങനെ എത്രയെത്ര നന്മകളുടെ ആൾരൂപങ്ങളായിരുന്നു നമ്മുടെ പഴയ അമ്മമാർ. അത്രയും തന്നെ ജീവിതയാത്രയിൽ അവരുടെ നന്മകൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസവും ആശ്രയവും. ഇന്നത്തെ ഒരു തലമുറയിലേക്ക് നമുക്ക് ചേർത്ത് വെക്കുവാനായിട്ട് ഉള്ളത് അവരുടെ ഹൃദയം നിറഞ്ഞ നന്മകൾ നമുക്കായി വിളമ്പി തന്നിട്ടുള്ള അനേകം ബാലപാഠങ്ങളാണ്. നമ്മുടെ ജീവിതയാത്രയിൽ അമ്മ എന്ന് പറയുന്ന രണ്ട് പദം ഈ സമസ്ത ലോകത്തെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുന്നു. ജീവിതയാത്രയിൽ അമ്മ മനസ്സിൻ്റെ ഭാവം, അമ്മ ത്യാഗത്തിൻ്റെ, അമ്മ സ്നേഹത്തിൻ്റെ, അമ്മ കണ്ണീരിൻ്റെ ഒക്കെ തലങ്ങൾക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള രൂപമാണ് അമ്മ. കർത്താവ് പറയുന്നുണ്ട്, പെറ്റമ്മ തള്ളിയാലും ഞാൻ നിന്നെ തള്ളുകയില്ല എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവമായി കർത്താവും കാണുന്നത് അമ്മയാണ്. ഭൂമിയിൽ നമുക്ക് കാണാനാവുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹം അമ്മയാണെങ്കിൽ അതിലും വലിയ ഒരു സ്നേഹമുണ്ട്. അത് ദൈവസ്നേഹമാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് പ്രിയപ്പെട്ട ദൈവവചനം.